മോഹൻലാലിന്റെ അടുത്ത സിനിമ ഏതായിരിക്കും തിയേറ്ററുകളിലേക്ക് എത്തുക എന്നൊരു ചർച്ച ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്നുണ്ട്. അതിൽ ദൃശ്യം 3യുടെ ഷൂട്ടിംഗ് തുടങ്ങിയെന്നുണ്ടെങ്കിലും റാം എന്ന് പറയുന്ന സിനിമ എവിടെ പോയി എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. അതെ, അടുത്തൊരു ട്രോള് കണ്ടായിരുന്നു. റാം പ്രഖ്യാപിക്കുന്ന സമയത്ത് +2 കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ കോളേജ് കഴിഞ്ഞ് പുറത്ത് വന്നു, പിന്നെയും റാം വന്നില്ല എന്നുള്ളത്. റാം എന്തുകൊണ്ട് വൈകുന്നു എന്നുള്ള കാര്യങ്ങൾ ജിത്തു ജോസഫിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇനി എൻ്റെ അടുത്ത് ചോദിക്കേണ്ട, പ്രൊഡ്യൂസറുടെ അടുത്ത് ചോദിച്ചാൽ മതി എന്നുള്ളതാണ്. ഒരുപാട് എക്സ്പെക്ടേഷൻ തന്നിട്ട് തുടക്കം മുതലേ വന്നിട്ടുള്ളൊരു സിനിമയും കൂടിയാണ് റാം. ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് സ്വീകാര്യതയും തുടക്കം മുതലേ ആ സിനിമ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ വരുന്നില്ല റാം. ഇപ്പൊ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ദൃശ്യം എന്ന് പറയുന്ന സിനിമ കൊണ്ട് തന്നെ ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ട് ഭയങ്കരമായിട്ട് പ്രശസ്തി നേടിയിട്ടുണ്ട്. പിന്നെ ദൃശ്യം 2 വന്നു, ട്വൽത്ത് മാൻ ഉണ്ട്, നേര് പോലുള്ള സിനിമയ്ക്കൊക്കെ ശേഷം ഇനി ഒരു സിനിമ അതെ, ഇനി നേരൊക്കെ വളരെ സർപ്രൈസിങ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു. അപ്പൊ ഇനി എന്തുകൊണ്ടാണ് ഈ സിനിമ വരാത്തത് എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ സിനിമ എങ്ങനെയൊക്കെയാണ് ഇനി എന്തൊക്കെയാണ് നമുക്ക് കാഴ്ചവെക്കാൻ പോകുന്നത് എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം പലതവണ ഷൂട്ടിംഗ് മുടങ്ങുകയും ഒക്കെ ചെയ്തിട്ട് കുറെ പ്രശ്നങ്ങൾ, കോവിഡ് കാലത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ജോർദാനിലൊക്കെ അവര് പോയതിന്റെ കുറെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഷൂട്ടിംഗ് സെറ്റിൽ ആരോ മരിച്ചു എന്നുള്ള വാർത്തകൾ. ഇത് പ്രൊഡ്യൂസറുടെ ഭാഗത്തുനിന്ന് ഞാനൊന്ന് ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടത്. ലണ്ടനിൽ വെച്ചിട്ട് ഷൂട്ടിംഗ് നടന്നിരുന്നു. അപ്പോൾ അവിടെ റെയിനി സീസൺ ആയിരുന്നു. അപ്പോൾ പകുതി ഷൂട്ട് ചെയ്തിട്ട് തിരിച്ചു വന്നു. അവിടെ എത്രയോ കോടികൾ നഷ്ടപ്പെട്ടു. പിന്നീട് അവിടുത്തെ സീസണുകൾ മാറുന്നതനുസരിച്ച് വീണ്ടും അത് സെറ്റ് ചെയ്യാന്നുള്ളത്, അവിടെ നിർമ്മാതാവിനുള്ള സാമ്പത്തിക നഷ്ടം, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഷൂട്ട് പലതവണ പല സാഹചര്യങ്ങൾ കൊണ്ട് ക്ലൈമറ്റ് ഒക്കെ നമ്മൾ വിചാരിക്കുന്ന തരത്തിലേക്ക് മാറില്ലല്ലോ. എന്നിരുന്നാലും 5 വർഷ കാലയളവൊക്കെ വേണോ റാമിന്? ഇപ്പം 5 കഴിഞ്ഞു, 6ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്നു. 5 വർഷത്തൊക്കെ വേണോ എന്നുള്ളതാണ്. ഇപ്പം ശ്രീഷ പറഞ്ഞ പോലെ ഒരുപാട് പ്രതീക്ഷകൾ തുടക്കം മുതലേ ഈ സിനിമക്ക് ഉണ്ടായിരുന്നു. ഇത് പറഞ്ഞത് ഒരു ആക്ഷൻ സിനിമയാണ്. തൃഷ കൃഷ്ണയാണ് ലീഡ് റോളായിട്ട് വരുന്നത്. മോഹൻലാലിനൊപ്പം തൃഷയും ഇതിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്നു. ആദ്യ തുടക്കകാലത്തൊക്കെ അവർ നൽകിയ അഭിമുഖങ്ങൾ മോഹൻലാലിനൊപ്പം അഭിനയിക്കുന്നതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ പറഞ്ഞു. പിന്നെ തൃഷയും മറന്നു തോന്നുന്നു ഇങ്ങനെ ഒരു സിനിമ ഞാൻ ചെയ്തു വെച്ചു എന്നുള്ള കാര്യം. എനിക്കൊന്ന് തൃഷ ഇതിലേക്ക് വരുന്നു എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും പുതുമയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം. കാരണം സാധാരണ രീതിയിൽ ജിത്തു ജോസഫ് സിനിമകളിൽ നമ്മൾ അങ്ങനെ ഒരു ക്യാമിയോ അപ്പിയറൻസ് ആയിട്ട് പോലും പുറത്തുനിന്ന് ഇൻ ദ സെൻസ് വേറെ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ആളുകളെ അങ്ങനെ നമ്മൾ അധികം കാണാറില്ല. കുറച്ചുകൂടി നാടൻ ടച്ച് വരുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ വരുന്നത്. പക്ഷെ അതേസമയം തൃഷ വരുമ്പോൾ മുമ്പ് ഹേജൂഡ് എന്ന് പറഞ്ഞ സിനിമയിൽ, മലയാള സിനിമയിൽ വന്നിരുന്നു. ആ സിനിമ എല്ലാവരുടെയും ഒരു കപ്പ് ഓഫ് ടീ ആയിരുന്നില്ല. ശ്യാമപ്രസാദിന്റെ സിനിമയായിരുന്നു. നിവിൻ പോളി നായകനാന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ആ ഒരു സിനിമ തിയേറ്ററിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നിവിൻ പോളിയുടെ വളരെ വ്യത്യസ്തമായ ഒരു വേഷമായിരുന്നു. അതുപോലെ തന്നെ തൃഷയുടെയും നല്ലൊരു അരങ്ങേറ്റമായിരുന്നെങ്കിൽ പോലും മലയാളത്തിൽ അതിന് വിജയം നേടാൻ സാധിച്ചില്ല. പക്ഷെ ആ ഒരു കുറവ് റാമിലൂടെ നികത്തും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ തൃഷ ഇപ്പം ശരിക്കും പറഞ്ഞാൽ 20-22 വർഷത്തോളമായിട്ട് തമിഴ് സിനിമയിൽ ഇങ്ങനെ സജീവമായി നിൽക്കുക എന്ന് പറയുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് തൃഷ. ഇപ്പൊ പൊന്നിയിൻ സെൽവൻ കൂടിയൊക്കെ ഇറങ്ങിയതിന് ശേഷം ഫാൻ ബേസ് കുറച്ചുകൂടി കൂടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടി തമിഴ് ഓഡിയൻസിനെ കൂടി നമുക്ക് കിട്ടാനുള്ള, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ കൂടി ഒരു അപ്പീലിംഗ് ആയിട്ടുള്ള രീതിയിലായിരിക്കും സിനിമ വരാൻ പോകുന്നത്. അപ്പൊ എന്തായാലും അത് പെട്ടെന്നൊന്ന് തിയേറ്ററിൽ കാണാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. അതെ, ഈ സമാനമായ ഹേജൂഡിന്റെ സമയത്ത് തന്നെ ഞാൻ തോന്നുന്നു റാമും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ തുടർച്ചയായി തൃഷക്ക് ഒരു മലയാളി കണക്ഷൻ ഉള്ളതായിട്ടൊക്കെ നമുക്ക് എന്തുണ്ടല്ലോ. ഏതൊരു അന്യഭാഷാ താരങ്ങൾക്ക് ഒരു മലയാളി കണക്ഷൻ കണ്ടുപിടിച്ചിട്ട് അഭിമാനിക്കുന്ന ഒരു സ്വഭാവം. ആ ഒരു സമയത്ത് തൃഷക്ക് ഒരു മലയാളി ബന്ധമുണ്ട്. തൃഷ മലയാളത്തിൽ സജീവമാകുന്നു. അവരും കുറെ ആ സമയത്ത് നൽകിയ ഇന്റർവ്യൂകളിൽ ഇങ്ങനെ മലയാള സിനിമയെ താൻ നിരീക്ഷിക്കുന്നതായിട്ടും അതിലെ കഥാപാത്രങ്ങളാവാൻ ആഗ്രഹിക്കുന്നതായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ റാം പോലെ ഒരു സിനിമ വരുന്നു, മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിലൊരു സിനിമ ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് നമുക്ക് പ്രതീക്ഷയായിരുന്നു. പിന്നെ വേറൊരു തരത്തിൽ പറഞ്ഞാൽ ജിത്തു ജോസഫ് അധികം തൻ്റെ സിനിമകൾക്ക് പ്രൊമോഷൻ നൽകാത്തൊരു സംവിധായകനാണ്. ചെറിയ സിനിമയാണ്, ചെറിയ രീതിക്കാണ് ഞാൻ സിനിമ ചെയ്യുന്നത് തുടക്കം മുതലേ പറയുന്ന ഒരു സംവിധായകനാണ്. പക്ഷേ ജീത്തുവും ഈ ഒരു സിനിമക്ക് ചെറിയ രീതിയിലൊരു പ്രൊമോഷൻ നൽകി. ഇതിൻ്റെ ഒരു ആക്ഷൻ സിനിമയാണ്. പക്ഷേ ഇതുവരെ മോഹൻലാലിനെ കൊണ്ട് ആരും ചെയ്യിപ്പിക്കാത്ത, അല്ലെങ്കിൽ സമീപകാലത്തൊന്നും മോഹൻലാൽ ചെയ്യാത്ത സിറ്റുവേഷൻ ഈ സിനിമയിലുണ്ട്. അത് ആളുകൾക്ക് എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ആക്ഷൻ സിനിമയാണെങ്കിൽ കൂടി ആ കഥാപാത്രത്തെ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത്തരം സീനുകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞത് പ്രേക്ഷകർക്കൊരു പ്രതീക്ഷയായിരുന്നു. മാത്രമല്ല, ആദ്യം 1-ാം ഭാഗം എടുക്കുന്നു എന്ന് പറഞ്ഞ സിനിമ പിന്നീട് അത് 2 ഭാഗങ്ങളായിട്ടാണ് വരുന്നതെന്നൊക്കെ ഇങ്ങനെ ഓരോ അപ്ഡേഷൻസും പ്രേക്ഷകർക്ക് അത്രയും പ്രതീക്ഷ നൽകിയതായിരുന്നു. പക്ഷെ പിന്നീട് ഒരു വിവരം ഇല്ലാണ്ടായപ്പോൾ അത് വലിയൊരു നിരാശയിലേക്ക് എത്തി എന്നുള്ളത് എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ തുടരും പോലെയുള്ള സിനിമകളുടെ വൻ വിജയമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഈ സിനിമകൾക്കൊരു പ്രശ്നമുണ്ടല്ലോ, ആ എടുക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അത് റിലീസ് ആയില്ലെങ്കിൽ അത് എത്രത്തോളം പ്രശ്നം. എനിക്ക് തോന്നുന്നു ഇപ്പം ധ്രുവ നക്ഷത്രം പോലൊരു സിനിമ
അതൊക്കെ എടുക്കുന്ന സമയത്ത് ആ സിനിമയിലെ ടെക്നോളജികളൊന്നും പ്രേക്ഷകർ കണ്ടിട്ടേ ഇല്ലാത്ത ടെക്നോളജികളായിരിക്കും. പക്ഷെ ആ സിനിമ റിലീസാവുന്ന ഒരു 10 വർഷത്തിന് ഇപ്പുറം ആണെങ്കിൽ നമ്മൾ അതിനൊക്കെ അപ്പുറത്തേക്ക് ടെക്നോളജി വൈസ് ആയിട്ടും അല്ലെങ്കിൽ അഭിനയത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഒരുപാട് മുന്നോട്ട് വന്നതിന് ശേഷമാണ് ആ സിനിമ റിലീസാവുന്നതെങ്കിൽ ചിലപ്പോൾ പ്രേക്ഷകർക്ക് അത്രയും കണക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ അതുപോലെയുള്ള പല സീക്വൻസുകളോ അല്ലെങ്കിൽ കഥയോ ഭാഗങ്ങളോ ഒക്കെയുള്ള വേറെ സിനിമകളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. അപ്പം ആ ഒരു ഫ്രഷ്നെസ് വർഷങ്ങൾക്കിപ്പുറം നിലനിർത്തുക എന്ന് പറയുന്നത് അത് ചില ടോപ്പിക്കുകൾക്കും ചില കാര്യങ്ങൾക്കും മാത്രമേ സാധിക്കുള്ളൂ. ആ ഒരു പേടി കൂടി ഈ സിനിമ ഇത്രയും കാലങ്ങൾക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ട്. അത് തീർച്ചയായിട്ടും. ഇപ്പം ജീത്തു ജോസഫ് പറഞ്ഞ പോലെ 2 കൊല്ലം മുമ്പ് നൽകിയൊരു ഇന്റർവ്യൂവിലാണ് ജീത്തു ജോസഫ് ഈ കാര്യം പറയുന്നത്. മോഹൻലാലിനെ സമീപകാലത്ത് ആരും ചെയ്യാത്തത് ഇതിൻ്റെ അത് ചെയ്തു എന്ന്. ഇനി വരുന്ന സിനിമകളിൽ അതൊക്കെ മോഹൻലാൽ താണ്ടി പോയി കഴിഞ്ഞാൽ, കാരണം തുടരും കഴിഞ്ഞു, എമ്പുരാൻ കഴിഞ്ഞു, നേര് കഴിഞ്ഞു, ഇനിയും വേറെ സിനിമകൾ കഴിഞ്ഞു, ദൃശ്യം 3 വരാൻ പോകുന്നു. ഇനിയിപ്പോ ദൃശ്യം 3യും ഇതും കൂടെ വരുമ്പോൾ ആ ഒരു ഇതിന്റെ അകത്ത് ഇത് മുങ്ങിപ്പോകുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പം വരേണ്ട സമയത്ത് ചില സിനിമകൾ ഉണ്ടാവും കാലത്തിന് മുമ്പേ സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ കാലത്തിന് അതിജീവിക്കാൻ സാധിക്കുന്നത്. റാം അങ്ങനെ ഒരു സിനിമയായിരിക്കും എന്ന് ജിത്തു ജോസഫ് ആ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം സിനിമകൾ മാറുവാണ്, മോഹൻലാൽ പുതിയ പുതിയ കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ പറഞ്ഞ എക്സൈറ്റ്മെന്റ് ഇനി വരുമ്പോൾ അതിലുണ്ടാവോ എന്നും പറയാൻ പറ്റത്തില്ല. എന്തായാലും റാം എത്തണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇത്രയും എഫേർട്ട് എടുത്ത് ഇവർ ഇത്രയും നാളുകൊണ്ട് ചെയ്ത ഒരു സിനിമ തീർച്ചയായിട്ടും പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒന്നുകൂടിയാണ്. അതുപോലെ തന്നെ മോഹൻലാലിന്റെ ഇനി വരാനിരിക്കുന്ന അധികം സിനിമകളുടെ ചാർട്ടൊന്നും പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഇനി പാട്രിയോട്ട് പോലെയുള്ള സിനിമകളുടെ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും മോഹൻലാലിന്റെ മാത്രമായിട്ടുള്ള സിനിമകളായിട്ട് ഇപ്പൊ ദൃശ്യം 3യും റാമും ഒക്കെ മാത്രമേ നമുക്ക് അറിയുള്ളൂ. അപ്പൊ വേറെ ഏതെങ്കിലും സംവിധായകരുടെ കൂടെയൊക്കെയുള്ള സിനിമകളുടെ കൂടി ഇനി അധികം വൈകാതെ ഒരുപക്ഷെ 2026 തുടക്കത്തിലൊക്കെ നമുക്ക് കുറെ അപ്ഡേറ്റുകൾ അറിയാൻ സാധിക്കുമെന്ന് തോന്നുന്നു. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഈ റാമും കൂടെ ഉണ്ടായാൽ മതിയായിരുന്നു. മോഹൻലാലിനെ സംബന്ധിച്ച് ജിത്തു ജോസഫ് എന്ന് പറയുന്നത് ഹിറ്റ് കോംബോ. മോഹൻലാലിന് ഒരു കാര്യമുണ്ട്, ഒരു സംവിധായകനുമായിട്ട് കൂട്ടുകൂടി കഴിഞ്ഞാൽ ആ ഒരു കോംബോ അങ്ങ് വർക്കൗട്ട് ആവും. ഇപ്പം പ്രിയദർശനാണെങ്കിലും സത്യനന്ദിക്കാടാണെങ്കിലും ഒരു കോംബോ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു തുടക്കകാലത്ത് പ്രിയദർശൻ മോഹൻലാൽ കോംബോ, പിന്നീട് സത്യനന്ദിക്കാടുമായിട്ടുള്ള ഒരു കോംബോ, അങ്ങനെ വർക്ക് ചെയ്ത് ഇപ്പോൾ പുതിയ ജനറേഷനിൽ മോഹൻലാലിന് ഏറ്റവും അനുയോജ്യമായ ഒരു കൂട്ടുകെട്ടായിരുന്നു ജിത്തു ജോസഫ്. ആ ഒരു പ്രതീക്ഷ എല്ലാ കാലത്തും ഇപ്പോൾ ഓരോ സിനിമ അവർ ഒരുമിച്ചുള്ള പ്രഖ്യാപിക്കുമ്പോൾ പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കണം ജിത്തു ജോസഫ് മോഹൻലാൽ സിനിമ. അപ്പോൾ ആ റാമിനും ആ ഒരു പ്രതീക്ഷ തുടക്കത്തിലേ ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ പ്രതീക്ഷയിലാണ് പ്രേക്ഷകർ ആ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. ഇപ്പൊ ഈ ജിത്തു ജോസഫിന്റെ നോക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സംവിധാനത്തിലെ ഏറ്റവും വലിയൊരു മികവെന്ന് പറയുന്നത് തുടക്കം തൊട്ട് കഥ എങ്ങനെയൊക്കെ പോയാലും ലാസ്റ്റ് ഒരു 20 മിനിറ്റ്സിൽ ആളുകളുടെ ആ ചിന്താഗതി മുഴുവൻ മാറ്റിമറിച്ചുകൊണ്ട് ആളുകൾക്കൊരു ട്വിസ്റ്റൊക്കെ നൽകി ആളുകളെ ആകെ നമ്മൾ മുമ്പ് എന്തൊക്കെ ഫ്ലോ സിനിമയിലുണ്ടെങ്കിലും അതൊക്കെ ഒറ്റയടിക്ക് ഇല്ലാതാക്കുന്ന, അതൊക്കെ നിഷ്പ്രഭമാക്കുന്ന രീതിയിൽ അദ്ദേഹം ക്ലൈമാക്സ് കൊണ്ടുവന്നെത്തിക്കും. അപ്പോൾ ആളുകൾ അതിൽ ഹോണ്ടഡ് ആയി പോകും. അതിലൂടെ ബാക്കിയുള്ള സ്ക്രിപ്റ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആളുകൾക്ക് മനസ്സിലാവാത്ത രീതിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സംവിധായകനാണ്. അതിപ്പോൾ നമ്മൾ ദൃശ്യം നോക്കിയിട്ടുണ്ടെങ്കിലും ഒക്കെ, ദൃശ്യത്തിലാണെങ്കിലും പലരും പല ലൂപ്പ് ഹോളുകളും കണ്ടുപിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ജിത്തു ജോസഫ് തന്നെ ലൂപ്പ് ഹോൾസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പക്ഷേ നമ്മൾ മറന്നു പോകുന്നത് ഈ പറയുന്ന അവസാന ഒരു 20 മിനിറ്റിലുള്ള കഥയുടെ ആകെ ഗതി മാറുന്നിടത്താണ്. അതുപോലെ തന്നെയാണ് ദൃശ്യം 2ലും സംഭവിച്ചിട്ടുള്ളത്. ആ ലാസ്റ്റ് വരുന്ന ട്വിസ്റ്റുകളിൽ നമ്മളിപ്പോൾ നോക്കി ആ വക്കീൽ പോലും മാപിടിച്ചു പോകുന്ന രീതിയിലുള്ള സീനുകളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ട്വിസ്റ്റുകൾ കൊണ്ട് ഏറ്റവും നന്നായി അത് കൈകാര്യം ചെയ്യുന്ന ഇപ്പോഴത്തെ സംവിധായകരിൽ ഒരാൾ കൂടിയാണ് ജിത്തു ജോസഫ്. അതുപോലെ തന്നെ റാം എന്ന സിനിമ വരുന്ന സമയത്തും ആ ഒരു പ്രതീക്ഷയുണ്ട്. എന്ന് വെച്ചാൽ ട്വിസ്റ്റുകൾ എപ്പോഴും എല്ലാ സിനിമയിലും ഉണ്ടാകണമെന്നല്ല. അദ്ദേഹം എപ്പോഴും പറയാറുണ്ട് ഒരു ചെറിയ സിനിമയായിരിക്കും, നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിച്ചു. ദൃശ്യം 3യെ പറ്റി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ്. വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാതെ ഇതൊരു സാധാരണക്കാരന്റെ സിനിമയാണ് എന്ന് വിചാരിച്ച് തിയേറ്ററുകളിലേക്ക് വരണം. അതുപോലെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മെയിലുകൾ ഒരുപാട് കിട്ടിക്കൊണ്ടിരിക്കുന്നു, ദൃശ്യം 3യുടെ കഥയാണെന്ന്. അതുകൊണ്ട് മെയിൽ തുറന്നു പോലും നോക്കാതെ ഡിലീറ്റ് ചെയ്ത് വിടുകയാണ് ഞാൻ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട്. അതുപോലെ ഇൻസ്പിറേഷൻസിന്റെ കാര്യത്തിലും അദ്ദേഹം കുറെ വിമർശനം നേടിയിട്ടുള്ള ആളാണ്. ഇപ്പൊ ഈ 12th മാൻ പോലെയുള്ള സിനിമ അതൊരു ഹോളിവുഡ് സിനിമയുടെ അഡാപ്റ്റേഷൻ ആണ് എന്ന രീതിയിൽ ഇപ്പൊ പ്രിയദർശനൊക്കെ കേൾക്കുന്നത് പോലെ തന്നെ ഒരുപാട് കോപ്പിയടി വിവാദങ്ങൾ അദ്ദേഹം കടന്നു പോയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും അദ്ദേഹത്തിന്റെ ക്രാഫ്റ്റിനെ തകർക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മോഹൻലാലിനോടൊപ്പം വർക്ക് ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക ഒരു അത്ഭുതം അവിടെ സംഭവിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ജിത്തു ജോസഫിന്റെ സിനിമകളിലെ കാസ്റ്റിംഗും കൂടെ നമുക്ക് പറയണം. ഒരു വലിയൊരു ബ്രേക്കിന് ശേഷം മീന തിരിച്ചു വന്നത് ജിത്തു ജോസഫിന്റെ സിനിമകളിലാണ്. കാരണം ആ ഒരു കഥാപാത്രം ചെയ്യാൻ എന്തുകൊണ്ടും ആപ്റ്റ് മീനയാണ് എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണല്ലോ കൺവിൻസ് ചെയ്ത് അവരെ തിരിച്ചു കൊണ്ടുവന്നത്. അപ്പോൾ തന്റെ കഥാപാത്രങ്ങൾ എങ്ങനെയായിരിക്കണം, അതായത്
നായകന്മാർക്ക് വേണ്ടി കഥാപാത്രം എഴുതുന്നതല്ല. അപ്പൊ മോഹൻലാലിന് വേണ്ടിയിട്ട് ഒരു സിനിമ എഴുതുന്നതല്ല. പ്രത്യേകിച്ച് ദൃശ്യം മമ്മൂട്ടിക്കാണ് ആദ്യം പോയിട്ടുണ്ടായിരുന്നത്. അതെ. അപ്പൊ തന്റെ കഥയാണ് പ്രാധാന്യം, അത് കഴിഞ്ഞിട്ടാണ് നായകന്മാർക്ക് പ്രാധാന്യം നൽകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പൊ തൃഷയുടെ വരവാണെങ്കിലും ശരി, മോഹൻലാലിന് കൊടുത്ത കഥാപാത്രമാണെങ്കിലും ശരി, മറ്റാർക്ക് വേണമെങ്കിലും ചെയ്യാതിരിക്കാം, പക്ഷെ അത് മോഹൻലാലിന്റെ കയ്യിൽ എത്തുമ്പോൾ മോഹൻലാൽ അതെങ്ങനെയാക്കി തീർക്കുന്നു എന്നുള്ളതിലാണ് നമ്മൾ കൗതുകത്തോടെ നോക്കി കാണുന്നൊരു. ഇപ്പൊ തൃശ്ശി ഇതിലേക്ക് വരുന്ന സമയത്ത് അത് മോഹൻലാലാണ് സജസ്റ്റ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അതായത് ഈ ഒരു വേഷത്തിന് നമ്മളധികം കണ്ട് പരിചയമില്ലാത്ത ഒരു നടിയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്നൊരു സജഷനിൽ നിന്നാണ് തൃശ്ശയെ മലയാളത്തിലേക്ക് വീണ്ടും കൊണ്ടുവരിക എന്നുള്ള രീതിയിലേക്ക്. വേറൊരു എക്സൈറ്റ്മെന്റ് ഉള്ള കാര്യം വെച്ചാൽ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട റാം എന്ന് പറയുന്ന പേര് പുറത്തു വിട്ടു. സിനിമയെ കുറിച്ചുള്ള ഇത്തരം കുറച്ച് എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള കാര്യങ്ങളും തന്നു. മറ്റൊന്നും ഇതിൻ്റെതായിട്ട് പുറത്ത് വന്നിട്ടില്ല. ഇപ്പം നമ്മൾ ധ്രുവ നക്ഷത്രം പറയുകയാണെങ്കിൽ അടിക്കടി ടീസറും ട്രെയിലറും ഒക്കെ വരുന്നുണ്ട്. സിനിമ ഇങ്ങനെയാണ്, ഈ കാറ്റഗറിയാണ്, ഇതാണ് വിക്രമിന്റെ ലുക്ക് എന്നൊക്കെ പറയുന്ന തരത്തിൽ നമുക്ക് ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഈ റാമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മോഹൻലാൽ ഏത് വേഷത്തിൽ വരുന്നു, തൃഷ എങ്ങനെയായിരിക്കും, ഇതിന്റെ ജോണർ എന്തായിരിക്കും, ആക്ഷൻ ആണ് പക്ഷെങ്കിൽ അത് ഏത് തരത്തിലായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള വ്യത്യസ്ത ഭൂമികകളിലാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതെങ്ങനെയായിരിക്കും പറയുന്ന, അതുകൊണ്ടാണ് ഇതൊരു ലോ പ്രൊഫൈലിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ എന്തേലും ഒന്ന് പുറത്ത് വന്നിരുന്നെങ്കിൽ എക്സ്പെക്ടേഷൻ ലെവൽ വേറെ തരത്തിലായിരിക്കും. അത് വരാത്തിടത്തോളം കാലം ഇത് എന്താ വരാത്തെന്നുള്ളത്, എന്തെങ്കിലും ഒന്ന് പുറത്ത് വന്നിരുന്നെങ്കിൽ നമ്മുടെ പ്രതീക്ഷയോ അല്ലെങ്കിൽ നമ്മുടെ കാത്തിരിപ്പിൻ്റെതോ ആ ഒരു തരത്തിലുള്ള ആ സിനിമയെ നോക്കിക്കാണുന്ന വിധം തന്നെ നമ്മൾ മാറ്റിയേക്കും എന്നുള്ളത്. എന്തായാലും ഉടനെ തന്നെ റാമിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം.